ഹായ് ഹലോ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. ഞാൻ ഋതുക്കുട്ടനും ഞങ്ങളുടെ ഫാമിലി എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഒരു ലോങ് വീഡിയോ ഇടുന്നത്. അപ്പോൾ ഇത് എത്ര പേര് കാണുമെന്നൊന്നും എനിക്കറിയത്തില്ല. എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുക. എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് രാവിലെ മുതൽ ഉച്ച വരെയുള്ള ഒരു ഹാഫ് ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പം എനിക്ക് എങ്ങനെ തുടങ്ങണമെന്നൊന്നും അറിയത്തില്ല. അപ്പോൾ ഇതെൻ്റെ സ്റ്റാർട്ടിംഗ് ആണ്. ഞാൻ ഷോർട്സ് മാത്രമേ ഇതുവരെ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ രാവിലെ തന്നെ തൂപ്പാണ് തുടങ്ങിയിട്ടുള്ളത്. രാവിലെ എനിക്ക് പുറംപണികളാണെന്ന് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കാണുന്നവർക്കാണെങ്കിൽ അറിയാം. വീട്ടിൽ ചേച്ചിയാണ് കുക്കിങ് കാര്യങ്ങളൊക്കെ, ഞാൻ കൂടെ നിന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുക്കുകയുള്ളൂ. അപ്പോൾ ഇന്ന് തൂത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് കുറേ സ്ഥലങ്ങൾ തീ ഇടാനായിട്ടുണ്ടായിരുന്നു. അപ്പം വീടിനകത്തും പുറത്തും തൂക്കാറുണ്ടായിരുന്നു കേട്ടോ. നല്ല ചവറുണ്ട് ഞങ്ങളുടെ വീട്ടിൽ. നിറയെ മരങ്ങളുള്ളത് കൊണ്ട് തന്നെ എല്ലാ ദിവസവും തൂത്തില്ലെങ്കിൽ ഭയങ്കര ചവറായിരിക്കും എപ്പോഴും. അപ്പം പിള്ളേർ വെളിയിൽ കിടന്ന് കളിക്കുന്നുണ്ട്. കൂടെ തന്നെ നമ്മുടെ ടോമി ഉണ്ട് കേട്ടോ അവരുടെ കൂടെ കളിക്കാനായിട്ട്. ഞാനിപ്പം ഗേറ്റിന് വെളിയിൽ തൂക്കാൻ ഇറങ്ങിയതുകൊണ്ട് ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ്, പുറത്ത് വരാൻ പറ്റാത്തതുകൊണ്ട് കേട്ടോ. അങ്ങനെ അവനിങ്ങനെ നോക്കി ഇരിക്കുകയാണ് ഞാൻ എപ്പോഴാണ് അകത്ത് കയറി വരുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അങ്ങനെ പുറത്ത് ഞാൻ തൂത്ത് ഏകദേശമൊക്കെ വൃത്തിയാക്കി ഇട്ടിട്ട് ഞാൻ അകത്ത് വന്ന് തീ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് എല്ലാം കൂടി നല്ല രീതിക്കൊന്ന് കത്തിക്കുന്നുണ്ട്. ഇപ്പോഴത്തെ ചൂടിൽ എൻ്റെ പൊന്നോ ഞാനൊരു പരുവായി വിയർത്ത് കുഴഞ്ഞൊരു പരുവായിട്ടുണ്ട് കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ തൂക്കാൻ തുടങ്ങിയത് ഏകദേശം തൂത്ത് കഴിഞ്ഞപ്പോൾ രാവിലെ ഒരു 8:30 മണി ഇതിപ്പോൾ ആയിട്ടുള്ളൂ. നല്ല വെയിലടിക്കുന്നത് നിങ്ങൾ കണ്ടില്ലേ, നല്ല രീതിക്ക് വെയിലടിക്കുന്നുണ്ടല്ലേ. അപ്പം ഞാനൊരു പരുവായി കേട്ടോ. അപ്പോൾ ഇനി പുറത്തും കൂടെ ഒന്ന് തീ ഇട്ടിട്ട് വേണം എനിക്ക് അകത്ത് കയറി വന്ന് ഫ്രഷായിട്ട് എന്തെങ്കിലും കഴിക്കാനായിട്ട്. അപ്പോൾ ഇത് എനിക്ക് വീഡിയോ എടുത്ത് തരുന്ന അമ്പാടിയാണ് കേട്ടോ. അപ്പം ഞാനിങ്ങനെ തൂക്കാൻ പോകുമ്പോൾ എൻ്റെ പിറകെ നടന്ന അമ്പാടി കേട്ടോ എനിക്ക് വീഡിയോ ഒക്കെ എടുത്തു തന്നത്. പിന്നെ ഞാൻ ഫ്രഷായിട്ട് വന്നിട്ട് ഞാൻ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റാണ് കഴിക്കുന്നത്. ഉപ്പുമാവാണ് കേട്ടോ. അപ്പോൾ ഉപ്പുമാവിൽ ഇങ്ങനെ തേങ്ങ ചിരകിയിട്ട് കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിൻ്റെ കൂടെ എനിക്ക് പഞ്ചസാര വേണമെന്നൊന്നുമില്ല, ഞാനിങ്ങനെ തന്നെ കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ മുറ്റത്തിരുന്നാണ് കേട്ടോ കഴിക്കുന്നത്. മുറ്റത്തൊരു കസേര കൊണ്ടിട്ടിട്ടുണ്ട്, അവിടെ ഇരുന്നാണ് കേട്ടോ കഴിക്കുന്നത്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പുറത്ത് വെച്ചിട്ടാണ് നമ്മൾ ചോറ് വയ്ക്കുന്നത്. ചോറ് മാത്രം നമ്മൾ മുറ്റത്ത് വെച്ചിട്ടാണ് വയ്ക്കുന്നത്. അപ്പം തീ നോക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അവിടെ ഇരുന്നിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇത് ഞങ്ങളെ വീട്ടിൽ പിടിച്ചിട്ട മാങ്ങയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് മാങ്ങ വെച്ച് കടുമാങ്ങ ഇടാമെന്ന് വിചാരിച്ചു. അങ്ങനെ അത് വെച്ച് ഞാൻ കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. അച്ചാറായിട്ട് ഇടുന്നില്ല, കടുമാങ്ങയായിട്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അരിഞ്ഞ് വെച്ചിട്ട് മുളകും ഉപ്പും ഒക്കെ ഇട്ട് വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് എണ്ണയിൽ കടുവറുത്തിങ്ങനെ ഇതാക്കുന്നത് മാത്രമേ ഉള്ളൂ. അല്ലാതെ അച്ചാറായിട്ട് നമ്മൾ ഉപ്പിട്ടൊന്നും കുറേ ദിവസത്തേക്ക് വെച്ചിരിക്കുന്നില്ല, ഇങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് കണ്ണന് ഞാൻ കാപ്പി കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഉച്ചക്കത്തേക്ക് വേണ്ടിയിട്ടുള്ള ചീനിയാണ് കേട്ടോ ഇത്. നമ്മളിവിടെ ചീനി എന്നാണ് പറയുന്നത്, ചിലർ കപ്പയെന്നും പറയും. പക്ഷെ ഞങ്ങൾ കൂടുതലും പരൂർക്കാരെല്ലാം പറയുന്നത് ചീനി എന്നാണേ. അപ്പോൾ ഉച്ചക്കത്തേക്ക് വേണ്ടിയിട്ട് ഞാൻ ചീനിയുടെ തൊലി ഇങ്ങനെ പൊളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഋതുക്കുട്ടൻ ഇവിടെ കിടന്ന് ഓടുന്നുണ്ട്, വീഡിയോ ഞാൻ അതൊന്നും എടുത്തിട്ടില്ല. അപ്പം അതിങ്ങനെ പൊട്ടിക്കുന്നുണ്ട്. കൂടെ തന്നെ ഞാൻ ടി വി കാണുന്നുണ്ടേ. അങ്ങനെ എപ്പോഴും ഒന്നും കാണാറില്ല, ഇന്ന് ജസ്റ്റ് വെറുതെ വന്നിരുന്നേ ഉള്ളൂ ടി വി കാണാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ഫോണിൽ എപ്പോഴും നോക്കിക്കൊണ്ടാണ് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നത്. ഇന്നിപ്പം വീഡിയോ എടുക്കാനായിട്ട് ഫോൺ വെച്ചിരിക്കുന്നത് കൊണ്ട് ടി വി അല്ലേ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ചെയ്യാണ്. പിന്നെ ഇനി ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കി വെച്ചിട്ട് വേണം ഋതുക്കുട്ടനെ പോയി കുളിപ്പിച്ചുകൊണ്ട് വന്നിട്ട് അവന് ഫുഡ് കൊടുക്കാനായിട്ട്. രാവിലെയാണ് ആഹാരം എന്തെങ്കിലും കൊടുത്തതേ ഉള്ളൂ. അപ്പം ഞാൻ ഋതുക്കുട്ടനെ കുളിപ്പിച്ച് ചുന്തനാക്കി കൊണ്ട് വന്നിട്ടുണ്ട്. പിന്നെ പുറത്ത് ഞാൻ പൗഡർ ആട്ടോ ഇട്ടിരിക്കുന്നത്. മോനെ ചൂടൂരുണ്ട്, ഇപ്പോഴത്തെ ചൂടിൻ്റെ ആ ഒരു ഇത് വിയർപ്പിൻ്റെ ആ ഇത് വരുന്നത് കൊണ്ട് അവന് ചൂടൂരും ഉണ്ട് കേട്ടോ. അപ്പം ഞാൻ മോനെ വൃത്തിയാക്കി കൊണ്ടുവന്നിട്ട് ഇനി പഴം കൊടുക്കാൻ പോവുകയാണ്. ഇതൊരു ചടങ്ങാണ്, ഇതിനു വേണ്ടി തന്നെ എൻ്റെ ഒരു ദിവസത്തിൻ്റെ പകുതി വേണമെന്ന് തന്നെ പറയാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. ബൈ.